ജീവിത കഷ്ടപ്പാടുകൾക്കിടയിൽ ഒരു ഒഴിവ് ദിനം വീണ് കിട്ടിയാലോ? അതെ, കുടുംബമൊത്ത് ഒരു സന്തോഷത്തിന്റെ പൂത്തിരി കത്തിക്കാൻ ആരാണ് ഇഷ്ടപ്പെടാത്തത്? ഒറ്റ ദിവസം കൊണ്ട് കോഴിക്കോട്ടെ 5 സ്ഥലങ്ങൾ സന്ദർശിക്കാം. മാത്രമല്ല കുട്ടികളെ നീന്തലും പഠിപ്പിക്കാം. ആരാണ് സന്തോഷം ആഗ്രഹിക്കാത്തത്? പ്രഭാത സൂര്യന്റെ പൊൻകിരണങ്ങൾ മണ്ണിനെ പുണരുന്ന സമയം തന്നെ നമുക്ക് യാത്ര തുടങ്ങാം. കോഴിക്കോട് സിറ്റിയിലെ ഏറ്റവും വലിയ പ്രൈവറ്റ് സ്റ്റാൻഡായ പുതിയ സ്റ്റാൻഡിന്റെ തൊട്ടടുത്തുള്ള മർക്കസ് കോംപ്ലക്സിന്റെ മുന്നിലൂടെയുള്ള ഈ പാത വഴി പോയാൽ നമുക്ക് ജാഫർ ഖാൻ കോളനിയിൽ എത്തിച്ചേരാം. 1.5 മിനിറ്റ് കൊണ്ട് നമുക്ക് മേഖലാ ശാസ്ത്ര കേന്ദ്രം, അതായത് പ്ലാനറ്റേറിയം, ഇവിടെ എത്തിയാൽ പുറത്തുള്ള കാഴ്ചകളും അതുപോലെ അകത്തുള്ള കാഴ്ചകൾക്കും പ്രത്യേകം ടിക്കറ്റ് എടുക്കണം. പ്ലാനറ്റേറിയം രാവിലെ 10 മണിക്ക് തുറക്കും, വൈകുന്നേരം 6 മണിയാകുമ്പോൾ അടയ്ക്കുകയും ചെയ്യും. കുട്ടികളിവിടെ ആടി തിരിക്കുകയാണ്. ഇത് അവരുടെ ലോകമാണ്. നമുക്കും ഉണ്ടായിരുന്നില്ല ഇതുപോലൊരു കുട്ടിക്കാലം. എന്നാൽ ഈ ശാസ്ത്ര സാങ്കേതിക കേന്ദ്രത്തിൽ വന്നാൽ കുട്ടികൾ കളിക്കുക മാത്രമല്ല, അവർക്ക് അവരുടെ ജീവിതത്തിലേക്ക് ഉപകാരപ്രദമായ ഒരുപാട് അറിവുകളും ഇവിടെ നിന്ന് പകർന്നെടുക്കാം. യന്ത്രങ്ങളെല്ലാം പുതുമയുള്ളതാണ്. അതിനാൽ തന്നെ കുട്ടികൾക്ക് നല്ല ആവേശവുമാണ് ഇത് പ്രവർത്തിക്കാൻ. എന്തെങ്കിലും അപകടങ്ങൾ സംഭവിച്ചാൽ മാനേജ്മെന്റ് ഉത്തരവാദിയല്ല. അതിനാൽ തന്നെ അധ്യാപകർ കൂടെ നിന്ന് ഇതെല്ലാം പ്രവർത്തിച്ച് കാണിച്ചു കൊടുക്കുക. കുട്ടികൾ ഇവിടെ അടിച്ചു പൊളിച്ചതല്ലേ, തീർച്ചയായും ഉച്ചയായാൽ ഭക്ഷണം കഴിക്കണം. എങ്കിൽ പിന്നെ കോഴിക്കോട്ടെ കണ്ണായ അൻസാരി പാർക്കിന്റെ തൊട്ടപ്പുറത്തുള്ള പാരഗൺ ഹോട്ടലിൽ പോകാം. ഒരുവണിന്റെ മുമ്പായിട്ടെങ്കിലും ഇവിടെ എത്തിച്ചേരണം, എങ്കിലേ സീറ്റ് കിട്ടുള്ളൂ. ഇവിടുത്തെ ഭക്ഷണം ഫേമസ് ആണ്. മനസ്സ് നിറയുന്ന, വയറ് നിറയുന്ന തൃപ്തിയുള്ളൊരു ആഹാരം കഴിച്ചാൽ നമുക്ക് അൻസാരി പാർക്കിൽ കയറി ഇരിക്കാം. ഇവിടെ കയറിയാൽ കുട്ടികൾ വെറുതെ ഇരിക്കില്ല, ഓടിപ്പാഞ്ഞ് നടക്കാനും അതുപോലെ ആക്ടിവിറ്റിയും എല്ലാം ഉണ്ട് ഇവിടം. വലിയൊരു മൈതാനവും അതുപോലെ കുട്ടികൾ കാണാൻ ഒരു കുളവും ഉണ്ടിവിടെ. ഇവിടുത്തെ കളിയും വിശ്രമമെല്ലാം കഴിഞ്ഞാൽ നമുക്ക് മാനാഞ്ചേരിയുടെ വടക്ക് ഭാഗത്ത് നിന്ന് ബീച്ചിലേക്ക് ബസ് കിട്ടും. 6 കിലോമീറ്റർ ദൂരം പോയാൽ നമുക്ക് ബട്ട് റോഡിലെത്താം. അവിടെയാണ് കളിയുടെ പൂരം. കുട്ടികൾ അവിടെ എത്തിയാൽ എൻ്റെ സാറെ അടിച്ച് പൊളിക്കും. ഇതാണ് ബട്ട് റോഡ്. ഇതാണ് നമ്മുടെ പ്രവേശന കവാടം.
ഇവിടെ രാവിലെ തന്നെ തുറക്കും, ഫീസില്ല. അതിനാൽ തന്നെ രാത്രി 9:30 മണി വരെ ഇവിടെ നിൽക്കാം. ഇവിടെ സുരക്ഷക്കായി സെക്യൂരിറ്റിക്കാരുണ്ട്. ഇനി നമുക്ക് ഇവിടെ നിന്ന് ഫൺ സിറ്റിയിലേക്ക് പോകാം. അതെ, കുട്ടികൾ ഏറെ ഇഷ്ടപ്പെടുന്ന ഒരു സ്ഥലമാണ് ഫൺ സിറ്റി. 50 രൂപയാണ് പ്രവേശന ഫീസ്. അവിടെ തത്തകളോടൊപ്പം ഫോട്ടോ എടുക്കാം, ഇഗ്വാനയുണ്ട്, അതുപോലെ പെഡൽ ബോട്ടുണ്ട്. മാത്രമല്ല കുട്ടികൾക്ക് ഇവിടെ കയറിയാൽ നീന്തൽ പഠിക്കാം. ഇവിടെ എൻട്രി ഫീസ് 50, പെഡൽ ബോട്ട് 40, സേഫ്റ്റി ഇവിടെ 80, വാട്ടർ സ്പെഷ്യൽ സ്കൂൾ പാക്കേജ്. ഉച്ചയ്ക്ക് 2 മണിക്ക് ശേഷമാണ് ഇവിടെ തുറക്കാറ്. നിങ്ങളുടെ കുട്ടികളെ ആ സമയത്ത് ഇവിടെ കൊണ്ടുവരിക. അവർക്കിവിടെ സുഖമായി നീന്തൽ പഠിക്കാം. വെള്ളി, ശനി, ഞായർ ദിവസങ്ങളിലാണ് നിങ്ങൾ വന്നതെങ്കിൽ കുട്ടികൾ ഇവിടെ പെട്ടുപോകും. അത്ര തിരക്കായിരിക്കും ഇവിടെ. രാത്രി 9 മണി വരെയാണ് ഇവിടുത്തെ പ്രവേശനം. കുട്ടികൾക്ക് എമ്പാടും സന്തോഷിക്കാനുള്ള ഒരുപാട് ആക്ടിവിറ്റികൾ ഇവിടെ ഉണ്ട്. ഓർമ്മയുണ്ടോ നിങ്ങൾക്ക് ഈ പാർക്ക്? ഓർമ്മ കാണില്ല അല്ലേ? ഇതാണ് നമ്മുടെ കുട്ടിക്കാലത്ത് വന്ന പാർക്ക്. ഇന്നത് നാമശേഷമായി പോയിരിക്കുകയാണ്. കാലങ്ങളെ അടയാളപ്പെടുത്തുക. ലോകത്ത് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെടുന്ന കോഴിക്കോട് ബീച്ച്. അതെ, ടോയ്ലറ്റിലെല്ലാം പോയി നമുക്ക് ഏറ്റവും സുന്ദരമായ വിശ്രമ കേന്ദ്രമായ കോഴിക്കോട് ബീച്ചിലേക്ക് പ്രവേശിക്കാം. എങ്ങോട്ടാണ് നോട്ടാണ് തിടുക്കം. 300 പോരെ? 300 ഒരാൾക്കോ? ഒരാൾക്ക് 300 രൂപയാണ് ബോട്ട് പറഞ്ഞത്. ബ്രിട്ടീഷുകാർ നിർമ്മിച്ച കടൽപ്പാലം. ഇതാണ് ഓപ്പൺ സ്റ്റേജ്. മഹാസമ്മേളനങ്ങളും കലാപരിപാടികളും അരങ്ങേറുന്ന സ്ഥലം. കടലിൽ ഇറങ്ങുന്നതും കുളിക്കുന്നതും ശിക്ഷാർഹമാണ്. കോഴിക്കോടിന്റെ സ്വന്തം ഐസച്ചാർ, കൂടെ ഉപ്പിലിട്ടതും. കടലിനോട് ചേർന്ന് ഈ ഭാഗമൊക്കെ ഉപ്പിലിട്ട തട്ടുകടകളാണ്. മാത്രമല്ല ഇതിന്റെ ചുറ്റുവട്ടമൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചോ? എന്തൊരു വൃത്തിയാണ്. അതെ, നമ്മെ പോലുള്ള സഞ്ചാരികളുടെ മനസ്സ് കുളിർപ്പിക്കുന്ന കാഴ്ചയല്ല ആ ഒരു വൃത്തി. പരിസരം വൃത്തികേടാക്കിയാൽ കനത്ത വില കൊടുക്കേണ്ടി വരും കോർപ്പറേഷന്. അതെ, കോർപ്പറേഷൻ പിഴ ഈടാക്കും. ഹെൽത്ത് ഇൻസ്പെക്ടർമാർ ഏത് സമയവും ഇവിടെ വന്നെത്തിയേക്കാം. കല്ലുമ്മക്കായും കാടമുട്ടയും എണ്ണ കടികളും. കൂടുതൽ ആൾക്കാർ എത്തിപ്പെടുന്നത് വൈകുന്നേരമാണ്. ഇനിയൊരു ചായ കുടിച്ച് നമുക്ക് ബീച്ചിലെ സുന്ദര കാഴ്ചകൾ കാണാം. ഇവിടെ രാത്രി 11-12 മണി വരെ ഇതിലെ ചുറ്റിയടിച്ച് കറങ്ങി നടക്കാം. ഇതാണ് ബീച്ചിലെ കണ്ണായ സ്ഥലം, സെൽഫി പോയിന്റ്.